ഒന്നാം പ്രതി ഗ്രീഷ്മയെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അതിനുള്ളിൽ എന്തോ ശ്വാസതടസ്സം പോലെ എന്തോ കാണിക്കുന്നുണ്ട് ഗ്രീഷ്മ, എന്താണെന്ന് അറിയില്ല. ധന്യ, ഗ്രീഷ്മയുടെ അഭിനയം ഓസ്കാർ കൊടുക്കേണ്ട രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വിധി കേട്ടതിന് ശേഷം ഗ്രീഷ്മ ആ പോലീസ് സ്റ്റേഷനിൽ പോലീസ് കൊണ്ടുപോയി ജീപ്പിലൊക്കെ കയറുമ്പോൾ പൊട്ടി ഏങ്ങി കരയുന്നത് നമ്മൾ കണ്ടു. അതായത് ജഡ്ജി എന്തോ സമ്മാനം തരും, അല്ലെങ്കിൽ ഗ്രീഷ്മയെ വെറുതെ വിട്ട് ഒരു സർക്കാർ ജോലി കൂടെ വാങ്ങിക്കൊടുക്കും എന്നാണ് ഇവൾ പ്രതീക്ഷിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവളുടെ ഈ മുഖഭാവമൊക്കെ കണ്ടിട്ട് ഒരു പാവപ്പെട്ട പയ്യനെ വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തിട്ട് അവൾ വളരെ ഹാപ്പി ആയിരുന്നു വിധി വരുന്നതിന് മുമ്പ് വരെ, നമുക്ക് കണ്ടാലറിയാം. പക്ഷേ പണിയെല്ലാം പാളി. ജഡ്ജി നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് നീതിയുക്തമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് നമുക്ക് ആയതുകൊണ്ടും ബഹുമാനപ്പെട്ട നീതിപീഠം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നീതിപീഠത്തിൻ്റെ രീതിയിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. എന്തായിരിക്കും അവള് പ്രതീക്ഷിച്ചത്? വെറുതെ വിടുന്ന തന്നെയായിരിക്കുമോ? വെറുതെ വിടുമെന്നായിരിക്കും അവള് പ്രതീക്ഷിച്ചത്. സത്യത്തിൽ അവളെ കയ്യിൽ കിട്ടിയ പച്ച കവളി മടൽ വെട്ടി 4 എണ്ണം കൊടുക്കണമെന്ന് നാട്ടുകാർക്കൊക്കെ തോന്നിയാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് അതിദാരുണമായി കൊലപ്പെടും. ഞാൻ പറയുന്നത് വാർത്ത വധശിക്ഷയാണ് ഇവൾക്ക് കിട്ടുന്നത് എങ്കിൽ പോലും പരോള് പോലും കെടുക്കാതെ ഇവളുടെ പല്ല് കൊഴിയുന്നത് വരെ ജയിലിലെ ചപ്പാത്തി മാവ് അവളെ കുഴപ്പിക്കണം. സത്യമായിട്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഇനി ജീവപര്യന്തമാണെങ്കിൽ പോലും ആ ജീവപര്യന്ത കാലാവധി തീരുന്നത് വരെ ഇവൾക്ക് പരോള് കൊടുക്കരുത്. പരോള് കൊടുക്കാതെ അവളെ അതിൻ്റെ അകത്തിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ അവളെ ഇട്ട് ഉരുട്ടിയെടുക്കണം. ഇവളെ ചതയും ഇതൊക്കെ അങ്ങ് മാറട്ടെ. ഒരു ചെറുക്കനെ കൊല്ലാനായിട്ട് ഇവള് കാണിച്ച ഒരു സത്യത്തിൽ ഓരോ അമ്മമാർ പറയുന്നത് കേൾക്കണം. ഈ വാർത്ത അവർ സംസാരിക്കുന്നത് അവരുടെ ലാംഗ്വേജിലല്ലേ. ഒരമ്മ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചതാണ്, എവളെ വെറുതെ വിടുവോ മോളെ, എനിക്ക് അവളെ നമുക്ക് തരണം, നമ്മൾ കൊടുക്കാം അവളെ, പിന്നെ അവളെ ഒരുത്തർക്കും കഷായം കൊടുക്കൂല. ആ അമ്മയുടെ ലാംഗ്വേജിലോട് നമ്മളോട് പറയുന്നതാണ്. കാരണം ഷാരൂണിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സങ്കടം ഒന്ന് ആലോചിച്ച് നോക്ക് വാർത്ത. ഒരു വണ്ടി ആക്സിഡൻറ്റിലാണ് മകൻ മരിച്ചത് എങ്കിൽ ശരി, അവർക്ക് അങ്ങനെ ചിന്തിക്കാം, അവൻ അത്രയും ആയുസ് ദൈവം കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ നല്ല അസുഖം വന്നവൻ മരിച്ചതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അവൻ അത്രയും ആയുസ് ദൈവം തന്നുള്ളൂ. മറ്റേതെങ്കിലും വിധത്തിൽ ഒരു മയക്കുമരുന്നിനോ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കൾക്കോ അടിമയായിട്ടുള്ള ഒരു ചെറുക്കനാണ് എങ്കിൽ ശരി, ഇത് അവളെ വിവാഹം കഴിച്ച് അവളോടൊപ്പം സന്തോഷമായ കുടുംബജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഈ പറയുന്നത് പോലെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയെന്ന് പറയുന്നെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ വിശ്വാസമില്ലേ? അതുകൊണ്ടെങ്കിൽ പരാതി കൊടുത്താൽ പോലെ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വീടും വസ്തുവൊക്കെ വിറ്റുവരക്കി ഇപ്പോൾ പോയതുപോലെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാൽ പോരെ? എന്തിനാ പാവപ്പെട്ട ചെറുക്കനെ കൊന്നിട്ട് ഒരിക്കലും ഇത് പിടിക്കപ്പെടില്ല. ഞാൻ വിദഗ്ധയായ ക്രിമിനലാണ് എന്ന് തെളിയിക്കുക. അതായത് കഷായം കുടിച്ച് മരിച്ചു, അതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് കൊണ്ട് ആന്തരിക അവയവങ്ങൾ മുഴുവൻ പോയി അവൻ മരിച്ചു, ഇത് മാത്രമേ പുറത്തു വരൂ. അവളുടെ അഭിനയവും ആ സമയത്തേക്ക് തുടങ്ങി അവളുടെ അഭിനയവും ഒക്കെ ഇത് ആദ്യം കേസ് സ്വാഭാവിക മരണമാണ് എന്നാണ് പറഞ്ഞത്. പിന്നീടാണ് ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നതും ഗ്രീഷ്മയെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസ് വിളിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. സത്യത്തിൽ ഇവളെ ജയിലിൽ കയറ്റിയാൽ ഈ പാക്കറ്റ് ചപ്പാത്തികൾ വാങ്ങുന്നവർ സൂക്ഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അകത്ത് കിടക്കുന്നത് കഷായം ഗ്രീഷ്മയാണ്. കഷായം കിട്ടാത്ത സ്ഥിതിക്ക് ഈ ചപ്പാത്തി മാവിൽ എന്തെങ്കിലും കുഴയ്ക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ആദ്യം അവിടുത്തെ പോലീസുകാരൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടാണ് പിന്നീട് അവിടുത്തെ കുറ്റവാളികൾക്ക് വരെ ആഹാരം കൊടുക്കുന്നതെന്നാണ് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. എന്തായാലും അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോലീസുകാരോടാണ് ഞങ്ങളുടെ ഏറ്റവും വേണ്ട, കാരണം ഞങ്ങളുടെ ജീവൻ സ്വത്ത് സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് കഷായം ഗ്രീഷ്മ ജയിലിനകത്ത് വന്നതിന് ശേഷം കുഴയ്ക്കുന്ന ചപ്പാത്തികളിലോ വയ്ക്കുന്ന കറികളിലോ ഒക്കെ ഉപ്പും പുളിയൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. കഷായത്തിലിടാൻ പറ്റിയില്ലെങ്കിൽ അവൾ ചപ്പാത്തിയിലോ ഉരുളക്കിഴങ്ങ് കറിയിലോ മറ്റേതെങ്കിലും കറിയിലോ ഇട്ടെങ്കിലും അവളുടെ ഇത് തീർക്കുമെന്നുള്ളതാണ്. അതായത് ഒരു ഞാൻ ചെറുക്കനെ നിർദ്ദേശിച്ചത് ഒരു അമ്മ ഇങ്ങനെ ഒരു ലാംഗ്വേജിൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചത് എൻ്റെ മൈൻഡിൽ കിടക്കണം. വളരെ പരിധിയായിട്ടാണ് അവർ സംസാരിച്ചത്. ആ ചെക്കൻ്റെ അമ്മയുടെ മുഖം ഒന്ന് നോക്കും മക്കളെ, ആ അമ്മ കരയുന്നത് കണ്ടു. 2 വർഷം കഴിഞ്ഞാലും ജീവിതം അവർ മരിക്കുന്നത് വരെ അവരുടെ മനസ്സിൽ നിന്ന് ഇത് മായുമോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ പറയുമ്പോഴേക്കും അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അത് വല്ലാണ്ട് ഇന്നലെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവളിങ്ങനെ പ്രണയിക്കുന്ന 2 പേർ തമ്മിൽ സെക്സിൽ ഏർപ്പെടുന്നത് വലിയ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ പല വാർത്താ മാധ്യമങ്ങളും അങ്ങനെ പറയുന്നുണ്ട്.
അവനെ പിന്നെ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷമാണ്. അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സെക്സ് ചെയ്യണോ വേണ്ടയോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണോ. ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ പിന്നെ എന്താ പറയുക മുന്നോട്ട് പോകുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞതാണ്, എനിക്ക് നിന്നോട് അതിയായ പ്രണയമാണ്, പക്ഷെ അതിൽ കാമമില്ല എന്ന്. കാമമില്ലാത്ത പ്രണയമാണ് എനിക്ക് നിന്നോട് എന്നുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കേട്ട ഏറ്റവും വലിയ കള്ളത്തരങ്ങളിൽ ഒന്നാണതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു സ്ത്രീയും പുരുഷനും പ്രണയിച്ചു കഴിഞ്ഞാൽ 100% പ്രണയം ശാരീരികമായി കൂടി പോകുന്ന കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതിൽ കാമമില്ല, എനിക്ക് നിന്നോട് പ്രണയം മാത്രമാണുള്ളത് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ കള്ള, ഇതിനപ്പുറം എനിക്ക് കേൾക്കാനില്ല എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് ചിരിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ സെക്സ് ചെയ്തോ അതൊക്കെ ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും സ്വകാര്യതയാണ്. മരിച്ച ഒരാളെ നമ്മൾ അത്രയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വകാര്യമായി കണ്ട നിമിഷങ്ങളിലൂടെ അവൻ കടന്നുപോയിട്ട് അവൻ മരണപ്പെട്ടതാണ്. അത് അവൻ്റെ മാത്രം സ്വകാര്യ നിമിഷങ്ങളാണ്. ഗ്രീഷ്മയ്ക്കും സ്വകാര്യതയുണ്ട്, കൊലപാതകിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും ആ പെൺകുട്ടിക്കും സ്വകാര്യതയുണ്ട്. അതും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചെറുപ്പക്കാരനെ കൊല്ലാനായി അവൾ തിരഞ്ഞെടുത്ത സമയം മുതൽ അവളൊരു പക്ക ക്രിമിനലായി മാറി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഴുവൻ അമ്മമാരുടെ അച്ഛന്മാരുടെ ശാപവാക്കുകൾ ഇവളുടെ തലയ്ക്ക് മീതെയുണ്ട്. ഇനി കോടതി എന്ത് ജീവപര്യന്ത ശിക്ഷ വിധിച്ചാലും ഇവൾ ആ ശാപവാക്കുകളിൽ നിന്ന് ഇവക്ക് മോചനമില്ല എന്നുള്ളത്. നമ്മളൊക്കെ വെറുതെ പറയുമോ എന്ത് ഏൽക്കും, അതിനൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇവളാ ഇങ്ങനെ നമ്മൾ പറയുമല്ലോ അരിഞ്ഞിട്ട് പ്രാവുകയാണെന്നൊക്കെ ലോക്കൽ ലാംഗ്വേജിൽ പറയും. അങ്ങ് ഇട്ട് ഞങ്ങളുടെ നാട്ടിലെ പ്രാവലെന്നാണ് പറയുക ഈ ശാപവാക്കുകൾക്ക്. അങ്ങ് പ്രാവി തൊലച്ച് കളയാണല്ലോ എന്ന് പറയും. അതുപോലെയാണ് ഇവള് ഒരു കാലത്ത് രക്ഷപ്പെട്ട് തിരിച്ചു വരല്ലേ, അതിൻ്റെ അകത്ത് കിടന്ന് അനുഭവിച്ച് തീരണേ, ആ ചെക്കൻ അനുഭവിച്ചതിൻ്റെ 100 ഇരട്ടി അവൾ അനുഭവിച്ച് തീരണേ എന്നൊക്കെയാണ് ഓരോ കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവക്ക് വധശിക്ഷ കുറഞ്ഞതൊന്നും കൊടുക്കരുത്, പ്രായം മാനിക്കരുത്, റാങ്ക് ഹോൾഡർ മാനിക്കരുത്, വിദ്യാഭ്യാസം നോക്കരുത്. ഇവൾ ചെയ്ത ക്രിമിനൽ കാര്യങ്ങൾ മാത്രം നോക്കുക. കാരണം എത്രയോ തവണ ആ ചെറുപ്പക്കാരനെ കൊല്ലാനായി പദ്ധതിയിട്ടവളാണ്. 22ാമത്തെ വയസ്സിൽ ഇത്രയും വലിയ ക്രിമിനൽ ബുദ്ധി അവളുടെ മൈൻഡിലുണ്ട് എങ്കിൽ ഒരു 40 വയസ്സാകുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ ആയിരിക്കും കഷായം ഗ്രീഷ്മ. അതുകൊണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്, ഇനി ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു പ്രണയിതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള മാതൃകാപരമായ ശിക്ഷ തന്നെ കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ കഷായിച്ചിക്ക് കൊടുക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പാർത്തന്നെ പറയാൻ അവസരം തന്നില്ല, ഞാൻ കുറച്ച് അല്ല, എനിക്ക് പ്രത്യേകിച്ച് വലിയൊന്നും പറയാനില്ല. ഇതെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം പറയാം. എന്തായാലും നമ്മുടെ നീതിപീഠം ഇതൊക്കെ നോക്കിയേ ശിക്ഷ വിധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഒരു ഭരണഘടനയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ നാവ് മുറിഞ്ഞാൽ, ചുണ്ടൊക്കെ മുറിഞ്ഞാൽ എത്രമാത്രം വേദന ഉണ്ടാവും. ഒരു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എരിവായിരിക്കും, ഭയങ്കര പ്രശ്നമായിരിക്കും. അതിനേക്കാൾ സോഫ്റ്റാണ് നമ്മുടെ അന്നനാളവും കുടലും വൻകുടലും ഒക്കെ. ലിവറും അതിൻ്റെ ഭാഗത്ത് പാൻക്രിയാസ് അത്തരം അവയവങ്ങളൊക്കെ വേറെയുണ്ട്. ഈ ആസിഡിനേക്കാൾ പവറുള്ള അതിമാരകമായ ഈ വിഷാംശം ചെന്നിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ കുടലും കരളും അതുപോലെ തന്നെ ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം തന്നെ കരിഞ്ഞ് പഴുത്തുപോയി എന്നാണ് പറയുന്നത്. ഒരിറ്റ് വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഈ ചെറുപ്പക്കാരൻ വേദന കൊണ്ട് പൊളയുക. വേദനയല്ല, അതിന് പറയുന്ന ഒരു നമുക്ക് മുറിവിൽ നമ്മുടെ കയ്യിൽ ഒരു മുറിഞ്ഞു കഴിഞ്ഞാൽ അവളിൽ കുറച്ച് മുളക് പൊടിയിട്ട് എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ 100 ഇരട്ടി അവസ്ഥയാണ് നമ്മുടെ വയറിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഒരു വെള്ളം ആയിക്കഴിഞ്ഞാലോ ഭക്ഷണം ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഉണ്ടാകുന്നത്. ആ തരത്തിലുള്ള വേദന, ആ വേദനയൊട്ട് ആ വേദനയ്ക്കെതിരെ ഇഞ്ചക്ഷൻ കൊടുത്താൽ പോലും ഫലിക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അതനുഭവിച്ച് നീറിയാണ് ഈ മനുഷ്യൻ, ഈ ഷാരോണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവളോട് ക്ഷമിക്കാനോ പൊറുക്കാനോ ഇവൾ ഒരു ദയ പോലും കാണിക്കാനുള്ള ഒരു ക്വാളിറ്റിയും ഇവൾക്കില്ല എന്നുള്ളത് തന്നെയാണ്.